ഹായ് ഗൈസ്, ഐ എം മാധവ്. ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡ് 2009, ഇതിനെ എഫ് എം എന്നും പറയും. ഈ അനിമെ എനിക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തിട്ടിരിക്കുമ്പോൾ ഒരു പോസ്റ്റ് കണ്ടു. അണ്ടർ റേറ്റഡ് ജെംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് അനിമെ ലിസ്റ്റ്. അതിൽ ടോപ്പിലുണ്ടായിരുന്ന സാധനമാണ് ഈ എഫ് എം എ. അപ്പം ഞാൻ ചുമ്മാ അതിൻ്റെ കമൻസ് എടുത്ത് നോക്കി ആ പോസ്റ്റിൻ്റെ. അപ്പോൾ കുറേ പേരിങ്ങനെ എഫ് എം ഈസ് എ മാസ്റ്റർ പീസ്, എഫ് എം ഈസ് എ മസ്റ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരിങ്ങനെ കൊമൻസ് ഇട്ടിരിക്കുന്നു. അപ്പോൾ എനിക്കൊരു കൗതുകം, എന്താണ് എഫ് എം എ? ഞാൻ അത് തേടിയപ്പോൾ എനിക്ക് മനസ്സിലായി, IMDb ഉൾപ്പെടെയുള്ള കുറേ റേറ്റിംഗ് പ്ലാറ്റ്ഫോംസിൽ ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ളൊരു അനിമയാണിത്. ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഇതിനുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് റിവ്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്കും, ചുമ്മാ നോക്കിയാണ്, അപ്പോൾ നോക്കിയതിലൊരു 99% പേര് ഇതൊരു മാസ്റ്റർ പീസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ആ കമൻറ്റിൽ കണ്ട പോലെ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, കാണാൻ തീരുമാനിച്ചു. ഞാൻ ഗൂഗിളിൽ ഇപ്പോൾ എത്ര എപ്പിസോഡ് ഉണ്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി. അപ്പോൾ 64 എപ്പിസോഡേ ഉള്ളൂ. ടോട്ടൽ 64 എപ്പിസോഡേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ചെറിയൊരു സാധനമാണല്ലോ, എന്തായാലും കാണാമെന്ന് പറഞ്ഞ് ഞാൻ അനിമെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് രണ്ടാമത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേക്കും, സെക്കൻഡ് എപ്പിസോഡ് ആയപ്പോൾ തന്നെ ഞാൻ അനിമയിൽ ഇന്നായി. ഇതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് ഉണ്ടല്ലോ, അത് ഈ സെക്കൻഡ് എപ്പിസോഡ് കാണിക്കുന്നുണ്ട് ഇവർ. ആൻഡ് അത് കാണിച്ചിരിക്കുന്നത് അത്രയും ഇൻറ്റൻസ് ആയിട്ടാണ്. ചുമ്മാ കാണിച്ചിരിക്കുകയല്ല, നമ്മുടെ ഉള്ളിലേക്ക് ശരിക്കും അത് ഇറങ്ങുന്ന രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്, എൽഡ്രിക് ബ്രദേഴ്സ്, അൽഫോൺസ് എൽഡ്രിക് ആൻഡ് എഡ്വേർഡ് എൽഡ്രിക്, ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. ഇവരെ ചുറ്റിപ്പറ്റിയാണ് കഥ ഫുള്ള് പോകുന്നത്. അപ്പോൾ ഇവരുടെ ലൈഫിലുണ്ടായൊരു ട്രോമ കാണിക്കുന്നുണ്ട് ഈ സെക്കൻഡ് എപ്പിസോഡിൽ. അതാണ് ആ മെയിൻ പ്ലോട്ടിലേ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര ഇൻറ്റൻസ് ആണ്. അനിമേഷൻ ആണെങ്കിലും, വോയിസ് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ആ സ്റ്റോറി, അതിൻ്റെ റൈറ്റിംഗ്, ഈ പരിപാടി എല്ലാം കൊണ്ട്, മ്യൂസിക്കൊക്കെ കൊണ്ട്, ആ ഒരു എന്താ പറയുക, ആ ഒരു മെയിൻ പ്ലോട്ട് ലൈന് അത്രയും ഗംഭീരമായിട്ടാണ് നമുക്ക് മുമ്പിൽ സെക്കൻഡ് എപ്പിസോഡ് തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ തന്നെ ഞാൻ ഇന്നായി. കാരണം സോളിഡ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇതിൻ്റെ. നമുക്കത് മനസ്സിലായി. ഇവർ തിരയുന്നത് അവർക്ക് അത്ര ആവശ്യമുള്ളതാണ്, അവർക്ക് അതില്ലാതെ പറ്റില്ല. അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. അവിടെ തന്നെ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാനായിട്ട് നമുക്കൊരു ആഗ്രഹം. അങ്ങനെയാണ് ആ സെക്കൻഡ് എപ്പിസോഡ്. അയ്യോ, പൊളിയായിരുന്നു ആ എപ്പിസോഡ്. ആൻഡ് അതിനുശേഷം പിന്നെ മൂന്നാമത്തെ എപ്പിസോഡ് ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ട്, പിന്നെ അതിനുശേഷം നാലാമത്തെ എപ്പിസോഡ് എത്തി. ഈ നാലാമത്തെ എപ്പിസോഡിൽ ഒരു സീനുണ്ട്, ഒരു ഡാർക്കായിട്ടുള്ള സീന്. അതായത് ഈ ഒരു അനിമയിൽ ഇത്തരം ഒരു സീൻ ഉണ്ടാകുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ടാണെന്നറിയത്തില്ല, ശരിക്കും ഞെട്ടിപ്പോയി. ഒരു ട്രോമയൊക്കെ പോലെയായി. കാരണം ആ ഒരു എപ്പിസോഡിലൊരു ഇവൻ്റ് ഉണ്ട്, ഒരു കൊച്ചുകുട്ടിക്ക് ഉണ്ടാവുന്നൊരവസ്ഥ. അത് കാണിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനത്തെ ഒരു സാധനം. അല്ലെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നത്. നല്ല രീതിക്ക് നമ്മളെ ഇമോഷണൽ ആക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മൾക്ക് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്ന, ശരിക്കും ഞാൻ ഷോക്കായി പോയിട്ടുള്ളൊരു സീനായിരുന്നത്. ആ സീന് ശേഷം ഈ എഡ്വേർഡിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. We're not gods. We're human. We're only human! We can't even do anything to save one innocent little girl. So what good are we then? ആ ഡയലോഗ് പറഞ്ഞ സിറ്റുവേഷനിൽ എഡ്വേർഡ് അനുഭവിക്കുന്ന ഒരു നിസ്സഹായാവസ്ഥയുണ്ട്. അത് നമുക്ക് ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊത്തി ഇറങ്ങാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഫീൽ ചെയ്യും. എഫ് എം എയുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലായത് ആ ഒരു നാലാമത്തെ എപ്പിസോഡും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. പിന്നെ അതിനുശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാച്ചിങ് ആയിരുന്നു ഇത്. എന്താ പറയുക, മാക്സിമം എപ്പിസോഡ്സ് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ നോക്കും. അങ്ങനെ ഇങ്ങനെ കണ്ട് ഒരുപാട് ഞാൻ ഈ പറഞ്ഞ പോലുള്ള കുറേ കിടിലൻ മൊമെൻറ്റ്സുകളുണ്ട്, കിടിലൻ ഡയലോഗ്സ് ഉണ്ട് ഇതിൽ. അല്ലെങ്കിൽ ഇതിനോട് നമ്മൾ അത്രയും അറ്റാച്ച് ആവുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളുണ്ട് ഇതിൽ. ഇതിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും ക്യാരക്ടർ എഴുതിയിരിക്കുന്നതൊക്കെ പുള്ളിയാണ്. കേണൽ റോയ് മസ്താങ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. പുള്ളിയുടെയൊക്കെ ഒരു എന്താ പറയുക, പുള്ളിയുടെ ഒരു സുഹൃത്ത് മരിച്ചു പോകുമ്പോൾ ഒരു സീനുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. പുള്ളിയുടെ ഒരു ഡയലോഗ് ഉണ്ട്. It's a terrible day for rain. What do you mean? It's not raining. Yes, it is. യെസ് ഇറ്റ് ഈസ് എന്ന് പറയുന്നത്, ആള് തൊപ്പി ഇങ്ങനെ കണ്ണിൻ്റെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നൊരു സീനുണ്ട്. അവിടെ എന്താ പറയുക, നമ്മുടെ കണ്ണ് അറിയാതെ നിറയും. അതിനുശേഷം ഈ പുള്ളിക്കാരൻ്റെ റിവെഞ്ച് ഉണ്ട്. കൂട്ടുകാരനെ കൊന്നത് ആരാണോ അയാളെ തീർക്കുന്നൊരു സീനുണ്ട്. അയ്യോ, ആ സീനൊക്കെ, അതിൻ്റെ അനിമേഷനൊക്കെ എന്താ പറയുക, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇവൻ അനിമേഷനിലും അതുണ്ട്. എല്ലാ കാര്യത്തിലും ഇവർ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടാണ് ഇവർ എല്ലാ സാധനങ്ങളും ട്രീറ്റ് ചെയ്തിരിക്കണം. ആ ഒരു റിവഞ്ച് സീനൊക്കെ അന്യ ഒരു ഗൂസ് ബംസ് ആയിരുന്നു ആ സീനൊക്കെ ആക്ച്വലി. ആൻഡ് അങ്ങനത്തെ കുറേ മൊമെൻറ്റ്സ് ഇതിൽ എന്താ പറയുക, ഒരുപാട് ഏരിയകളിൽ അങ്ങനത്തെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എല്ലാം കഥക്ക് അനുയോജ്യമാണ്. അനാവശ്യമായിട്ടുള്ള കുറേ സബ് പ്ലോട്ട് ലൈൻസ് ഒന്നും ഇതിലില്ല. ഒരു വെൽ റൈറ്റൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിനങ്ങനെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊരു ആക്ഷൻ ഫാൻറ്റസി ചെയ്യണതാണ്. അപ്പോൾ ഇതിലൊരു സൂപ്പർ പവർ ഉണ്ട്. ആ സൂപ്പർ പവറിൽ അതിനെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അതിന് ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കിഡുവാണ്. അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല ആക്ച്വലി. അതല്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കും. പക്ഷേ എങ്കിലും സയൻസും മാജിക്കും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് അൽക്കെമി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്താ പറയുക, കുറച്ച് ഫാക്ട്സ് ഒക്കെ വെച്ചിട്ട് ഇവരതിനെ മാച്ച് ചെയ്യുന്ന കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ റൈറ്റിങ്ങിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ കുറച്ച് പ്ലോട്ട് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ എഫക്റ്റീവാണ്. എല്ലാം പൊളിയാണ്. കഥാപാത്രങ്ങൾ ഞാൻ നേരത്തെ റോയ് മസ്താങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത്തരം ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. വില്ലൻ കഥാപാത്രങ്ങളുണ്ട്. അവരൊക്കെ ഹെവിയാണ്, പൊളിയാണ്. വില്ലന്മാരൊക്കെ എന്താ പറയുക, ഓരോന്നും പവറാണ്. നമുക്ക് തീർക്കട അവനെന്നൊക്കെ തോന്നിപ്പോകുന്ന അങ്ങനെ നമ്മളെന്താ പറയുക പ്രകോപിപ്പിക്കുന്ന വില്ലന്മാരും എന്നാൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന വില്ലന്മാരും ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇതൊരു ആക്ഷൻ അനിമയും കൂടെയാണ്. അപ്പോൾ ആക്ഷൻ സീക്വൻസുകൾ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത് അയ്യോ ഒരു രക്ഷയില്ലാതാണ്. ഹെവിയാണ് ആക്ഷൻ സീക്വൻസ് ഒക്കെ. എസ്പെഷ്യലി എൻഡിങ്ങിലൊക്കെ വരുമ്പോൾ അടിയോടടിയാണ്. അടി എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അടിയല്ല, അത് അയ്യോ എന്ത് രസമായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ OST അയ്യോ ഇതെടുത്ത് പറയണം. കാരണം ഇതിൻ്റെ OST ഒരു എന്താ പറയുക, ഒരു ഡ്രീമി, ഒരു ഫാൻറ്റസി പ്ലസ് ഡ്രീമി ആയിട്ടുള്ളൊരു ഫീലാണ്. അതായത് എല്ലാ ഇമോഷനും നമുക്ക് അതിൻ്റെ ഹൈയസ്റ്റിൽ കിട്ടുന്ന ടൈപ്പ് ഒരു OST ആണ് ഇതിൻ്റെ. ഗംഭീര വർക്കാണ്. ഞാൻ പലപ്പോഴും ഈ സ്ക്രിപ്റ്റൊക്കെ ഇടുന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാറുണ്ട് ഇതിൻ്റെ OST. ട്രിഷാസ് ലല്ലബി എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഉണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ല. അയ്യോ ഭയങ്കര ഒരു ഫീലാണ് അതൊക്കെ കേൾക്കുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ തീമുണ്ട് അത്. അങ്ങനെ ഇതിൻ്റെ ട്രാക്ക് എല്ലാം പൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതുമ്പോഴൊക്കെ ഞാൻ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് എഴുതുമ്പോൾ ആ മ്യൂസിക് നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് ഏത് രീതിയിലേക്കാണ് വേണ്ടത് അതിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന പോലെ ഒന്നും. അതായത് അത്രയും എന്താ പറയുക, ഒരു മാജിക്കുള്ളൊരു OST ആണ് ഇതിൻ്റെ. അയ്യോ ഗംഭീര വർക്കാണ്. കേട്ട് നോക്കണം നിങ്ങൾ. ഞാൻ പറഞ്ഞ ട്രാക്കൊക്കെ ജസ്റ്റ് പോയി അയ്യോ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രിമേസ്, കഥ നടക്കുന്ന ഒരു ലൊക്കേഷൻസ് എല്ലാം ഹെവിയാണ്. ഒരു യൂറോപ്യൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഏരിയകളാണ് എൻ്റെ കഥ അല്ല ലൊക്കേഷൻസൊക്കെ ഉള്ളത്. കെട്ടിടങ്ങളാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പരിപാടിയാണ്. അത് ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ആ കഥ പറച്ചിലിനെ ആ ലൊക്കേഷൻസ് ഒരുപാട് ബാക്കപ്പ് ചെയ്യുന്ന പോലെ തോന്നും. പിന്നെ ഈ പറഞ്ഞ യൂറോപ്യൻ ആ ഒരു മ്യൂസിക്കിലും ആ ഒരു യൂറോപ്യൻ ടച്ച് ഉണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതിൻ്റെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് എന്താ പറയുക, അതും 2009 അനിമേഷൻ സ്റ്റൈലായതുകൊണ്ട് നമുക്കൊരു നൊസ്റ്റാൾജിയൊക്കെ തോന്നും. ആ ഒരു ലൊക്കേഷൻസൊക്കെ കാണാം. ഭയങ്കര ഫീലുള്ള ലൊക്കേഷൻസാണ്. അത് ഡ്രോ ചെയ്തിരിക്കുന്നതിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഇതിരിക്കുന്നത്. ഭംഗിയായിട്ടാണ് അതൊക്കെ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു ഫീലാണ്. എന്താണോ ആ ലൊക്കേഷനിൽ നടക്കുന്ന കറൻ്റായിട്ട് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇമോഷൻ അത് ആ ലൊക്കേഷനും കൂടെ നമ്മളിലേക്ക് എത്തിക്കുന്ന പോലെ ഒന്നും. സത്യം പറയാമല്ലോ ഈ 64 എപ്പിസോഡൊന്നും പോകുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. കാരണം അത്രയും എൻഗേജിങ് ആയിട്ടാണ് ഈ അനിമെ കൊണ്ടുപോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കയറ്റാതെ അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. എന്നാൽ അതിലേറെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക ഇമോഷണലാക്കുന്ന, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കുറേ ഹെവി ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ. പിന്നെ ട്വിസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ എഫക്റ്റീവാണ്. എല്ലാം എഴുത്തിൻ്റെ കാര്യത്തിൽ എന്താ പറയുക ഒരു പെർഫെക്റ്റ് പരിപാടിയാണ് FMA. അയ്യോ അന്യായ എഴുത്താണ്. പിന്നെ ഞാൻ പറഞ്ഞ ആനിമേഷൻ്റെ കാര്യത്തിൽ ഇതിൽ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതായത് ഓരോ ക്യാരക്ടറിൻ്റെയും കറൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് കാണിക്കുമ്പോൾ ഇവർക്ക് കുറച്ച് ലൈറ്റായിട്ട് അനിമേ ചെയ്താൽ നമുക്കത് ഫീൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവർ ഒരു ലെയറും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ആ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. FMA കണ്ടവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. രണ്ടാമത്തെ എപ്പിസോഡിലുള്ള ഇവരുടെ ട്രോമ, അതിനുശേഷമുള്ള ഇവരുടെ ഒരു ഡിപ്രഷനായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജൊക്കെ ഉണ്ട്. അതിൽ എഡ്വേർഡിൻ്റെയൊക്കെ ഒരു ഫേസിൻ്റെ ക്ലോസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ആ ഫേസിന് കൊടുത്തിരിക്കുന്ന ഒരു ഡീറ്റെയിൽ ഉണ്ട്. നമുക്ക് ഫീൽ ചെയ്യുക ഡിപ്രഷൻ. ആ ഒരു എന്താ പറയുക കണ്ണുകളും കണ്ണിൻ്റെ അടി വരണ്ടിരിക്കുന്നതും അങ്ങനെ എന്താ പറയുക അനിമേഷനിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസിൽ കൊടുത്തിരിക്കുന്ന എക്സ്ട്രാ ഡീറ്റെയിലിംഗ് ഉണ്ട് ഇതിൽ. അയ്യോ അതൊക്കെ പൊള്ളി പരിപാടിയാണ്. വർക്കെന്ന് പറഞ്ഞാൽ അന്യായ വർക്കാണ് ഇതിൻ്റെ. പിന്നെ ഇത് ഭയങ്കര ഒരു ഫിനിഷിംഗ് ഉള്ളൊരു അനിമയാണ്. അതായത് ഇതിൻ്റെ എൻഡിങ് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എൻഡിങ് ആണ്. നമ്മൾ ആഗ്രഹിച്ച എന്താണോ അത് തന്നെ നമുക്ക് എൻഡിങ്ങിൽ കിട്ടും. അപ്പോൾ നമുക്കിത് കണ്ടു കഴിയുമ്പോൾ ഒരു ഭയങ്കര സംതൃപ്തിയാണ്. പെർഫെക്റ്റ് എൻഡിങ് എന്നൊക്കെ പറയത്തില്ല ആ സീരീസിനെ പറ്റിയ, അതാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൊണ്ടും നിസ്സഹായ അവസ്ഥ, ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ 4ാമത്തെ എപ്പിസോഡിൽ, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ആൻഡ് അതുപോലത്തെ കുറച്ച് മൊമെൻറ്റ്സ് ഇതിലുണ്ട്. ആ ഒരു നിസ്സഹായ അവസ്ഥ കാണിക്കുന്ന അത് നമ്മുടെയും കൂടെ ആയിട്ട് മാറും അത് ഓരോ സീനിലും. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇമോഷൻ, നിസ്സഹായത എന്ന് പറയുന്ന ഈ ഒരു ഇമോഷൻ
ഇത്ര എഫക്റ്റീവായിട്ട് വേറെ ഒരു അനിമയിലും അനുഭവിച്ചിട്ടില്ല. അതെനിക്ക് ഇതിൽ കിട്ടിയത്ര വേറെ ഒന്നിലും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു മ്യൂസിക് അതിന് വലിയൊരു പങ്കുണ്ട്. കാരണം അത്രയും ആ ഒരു ഇമോഷൻ നമ്മളിലേക്ക് എത്തിക്കുന്ന മ്യൂസിക്കാണത്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞു. കാരണം അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എൻ്റെ ആ ഒരു OST. പിന്നെ അതിൻ്റെ എഴുത്ത്, അതിന് അനിമേഷനിൽ ഒരു എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഇമോഷൻ എന്താ പറയുക, ഇത്ര എഫക്റ്റീവായിട്ട് വേറെ ഒരു അനിമയിലും എനിക്ക് കിട്ടിയിട്ടില്ല. അയ്യോ, അത് നമ്മൾ ഓരോ സീനുകൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് വല്ലാതാവും നമ്മൾ. അങ്ങനത്തെ കുറേ സീനുകളുണ്ട് ഇതിൽ. ആ ഒരു നിസ്സഹായ അവസ്ഥ തോന്നുന്ന കുറേ സീനുകൾ. അപ്പോൾ നിങ്ങളൊരു അനിമ ലവറാണ്, FMA കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. 2009 ആ വെർഷനെ കാണാനുള്ളത്. 2003 എൻ്റെ ഒരു വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഫില്ലർ എപ്പിസോഡ്സൊക്കെ ഉണ്ട്. ഇത് പക്കയാണ്, ക്ലീനാണ്. അതുകൊണ്ട് 2009 ഇറങ്ങിയ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് ബ്രദർഹുഡ് അത് കാണുക. ആരെയും ഈ സീരീസ് നിരാശപ്പെടുത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു ബേസ്മെൻ്റ് ഉള്ളൊരു സീരീസാണ്. അത്രയും പൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ്. ഹോൾ ടീം അന്യായ വർക്കാണ് അതിൻ്റെ പുറകെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, FMA കണ്ടവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു FMA എന്നുള്ളത് കമൻസ് ഇടുക. ഇഷ്ടപ്പെട്ട ഡയലോഗ്സ് ഉണ്ടാവും, ഇഷ്ടപ്പെട്ട ട്രാക്കുകളുണ്ടാവും, സീനുകളുണ്ടാവും, ഷോട്ടുകളുണ്ടാവും, എല്ലാം ഉണ്ടാവുമല്ലോ, കഥാപാത്രങ്ങൾ. അതെന്തൊക്കെയാണെന്ന് കമൻസ് ഇടുക. ഞാനതൊക്കെ വായിക്കാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.